ലിറ്ററൽസ്. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഉടനീളം അതിൻ്റെ വാല്യൂ, നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് ഒരു വാല്യൂ കൊടുക്കുകയാണ്, ആ വാല്യൂ പ്രോഗ്രാമിനുടനീളം അത് മാറുന്നില്ല എങ്കിൽ നമുക്കവയെ ലിറ്ററൽസ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ലിറ്ററൽ? ലിറ്ററൽ എന്ന് പറഞ്ഞാൽ ദ ടോക്കൺസ് വിച്ച് നെവർ ചേഞ്ച് ഇറ്റ്സ് വാല്യൂ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. പ്രോഗ്രാമിലുടനീളം അവയുടെ വാല്യൂസ് മാറുന്നില്ല. ഇനി അവയെ നമുക്ക് 2-3 തരത്തിൽ തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇൻറ്റിജർ ലിറ്ററൽസ്, പിന്നെ ക്യാരക്ടർ ലിറ്ററൽസ്, സ്ട്രിംഗ് ലിറ്ററൽസ്. എന്താണ് ഇൻറ്റിജർ ലിറ്ററൽ എന്ന് നോക്കാം. ദ ടോക്കൺസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഓൺലി ദ ഡിജിറ്റ്സ് ആർ കാൾഡ് ഇൻറ്റിജർ ലിറ്ററൽസ്. അതായത് നമ്മൾ അക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്ന ലിറ്ററൽസിന് നമുക്ക് ഇൻറ്റിജർ ലിറ്ററൽസ് എന്ന് പറയാം. അത് പോസിറ്റീവായിട്ടും നമുക്ക് നൽകാം, നെഗറ്റീവായിട്ടും നൽകാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ +51, അതൊരു ഇൻറ്റിജർ ലിറ്ററലാണ്. ഇനി എന്താണ് ക്യാരക്ടർ ലിറ്ററൽ? നമുക്കറിയാം A തൊട്ട് Z വരെയുള്ള അക്ഷരങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B അങ്ങനെയുള്ള അക്ഷരങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഏത് ലെറ്ററിനെ ആയാലും നമ്മളിപ്പോൾ അതിനെ ഒരു സിംഗിൾ കോഡ്സിൽ, ഇപ്പോൾ സ്മോൾ a ഓൺ സിംഗിൾ കോഡ്സിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ സിയിൽ വിശേഷിപ്പിക്കുന്നതാണ് ക്യാരക്ടർ ലിറ്ററൽ. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണ് ഒരു സ്ട്രിംഗ് ലിറ്ററൽസ്. സ്ട്രിംഗ് ലിറ്ററൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ ഒരു പെയർ ഓഫ് ഡബിൾ കോഡ്സിന്റെ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു വാചകത്തിനെ എന്തെന്ന് വിളിക്കാം? സ്ട്രിംഗ് ലിറ്ററൽ എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് ABC, ഡബിൾ കോഡ്സ് ഓപ്പൺ, ഡബിൾ കോഡ്സ് ക്ലോസ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് ലിറ്ററലിന് എക്സാമ്പിളാണ്. നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഒരു മുഴുവനായിട്ടുള്ള C പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലിന്റെ ഭാഗമാണ്. ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗം കാണുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ചുവടെയുള്ള ഡിസ്ക്രിപ്ഷൻ പരിശോധിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളുടെ മുഴുവനായിട്ടുള്ള C പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലിന്റെ പ്ലേലിസ്റ്റ് പരിശോധിക്കുകയും ചെയ്യുക. ഇതിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിൻ്റെ ഈ ഒരു ഉദ്യമത്തെ വിജയിപ്പിക്കുക. എല്ലാവർക്കും എളുപ്പമുള്ള രീതിയിൽ മലയാളം C പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുന്ന ഈ ഒരു വീഡിയോ ശകലം കണ്ടതിന് നന്ദി.